അന്തരിച്ച ലിബിയൻ ഏകാധിപതി മുഅമ്മർ ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്തുവന്നു. സെയ്ഫിന്റെ അഭിഭാഷകനും കുടുംബാംഗങ്ങളും മരണവിവരം സ്ഥിരീകരിച്ചു. സിൻടൺ നഗരത്തിലുള്ള സെയ്ഫിന്റെ വീട്ടിലെത്തിയ 4 അംഗ സംഘം അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ ആക്രമണത്തിനു പിന്നിൽ ഇനിയും ആരാണെന്ന് വ്യക്തമല്ല. 1972 ജനിച്ച സെയ്ഫ് 2000 മുതൽ ഗദ്ദാഫി ഭരണകൂടത്തിന്റെ തകർച്ച വരെ ലിബിയയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. പിതാവ് സ്ഥാനഭ്രഷ്ട ശേഷം സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നാരോപിച്ച് സെയ്ഫിനെ ജയിലിലടച്ചു. പിന്നീട് 2015 ലിബിയൻ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. 2011 പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ പങ്കുണ്ടെന്നാരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും സെയ്ഫിനെതിരെ കേസെടുത്തിരുന്നു. ഗദ്ദാഫിയുടെ രണ്ടാമത്തെ പുത്രനാണ് സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി. ഇപ്പോൾ രാഷ്ട്രീയക്കാരനായ ഒരു ലിബിയൻ എഞ്ചിനീയറും തത്വചിന്തകനും എന്ന നിലയിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫിയുടെ പിതാവിന്റെ നേരിൽ നിൽക്കുന്നത് കുടുംബത്തിൽ മാത്രമല്ല, അയാളുടെ ചുറ്റുപാടുകളിലും നിരവധി അംഗീകാരങ്ങൾ നൽകാൻ സാധിച്ചു. സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി ലിബിയയിലെ അനേകം പൗരന്മാരുടെ ഹൃദയങ്ങളിൽ ഒരു നേതാവാണ്. 1997 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ സാമൂഹ്യ സേവന മേഖലയിൽ സഹകരണത്തിനുള്ള അന്താരാഷ്ട്ര ഫണ്ടിനാണ് രാഷ്ട്രീയ നേതാവ് നിർദ്ദേശിച്ചത്. എന്നാൽ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫിയുടെ ജനപ്രീതി വളരെയധികം ജനപ്രീതി നൽകി. സെയ്ഫ് അൽ ഇസ്ലാമിന്റെ മരണം ലിബിയയിലെ നിലവിലെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ലിബിയൻ അറ്റോർണി ജനറൽ ഔദ്യോഗികമായി അന്വേഷണം പ്രഖ്യാപിച്ചു. അക്രമികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ലിബിയൻ ദേശീയതയുടെയും പരമാധികാരത്തിന്റെ വക്താവായിരുന്ന സെയ്ഫ് അൽ ഇസ്ലാം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലുകളെ കർശനമായി എതിർത്ത നേതാവായിരുന്നു. 2011 അറബ് വസന്തത്തിന്റെ ഭാഗമായി ലിബിയയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ രാജ്യത്തെ തകർക്കാനുള്ള വിദേശ ഗൂഢാലോചനയായാണ് അദ്ദേഹം കണ്ടത്. വിദേശ സഹായത്തോടെ നടന്ന ഈ അട്ടിമറി ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. വിദേശ ശക്തികൾക്ക് വഴങ്ങാത്ത സ്വതന്ത്രവും ശക്തവുമായ ലിബിയയ്ക്ക് വേണ്ടിയുള്ള നയങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചത്. 1972 ട്രിപ്പോളിയിൽ ജനിച്ചു. ലിബിയയുടെ നേതാവ് മുഅമ്മർ ഗദ്ദാഫിയുടെ കുടുംബത്തിൽ 7 മക്കളും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ അമേരിക്കയിൽ നിന്ന് പെട്ടെന്നുള്ള ബോംബ് സ്ഫോടനങ്ങളിൽ മരണമടഞ്ഞു. ബാഹ്യമായ കർശന കാഴ്ചപ്പാടുകളും ശക്തിപ്രചോദനവും ഉണ്ടായിരുന്നിട്ടും അച്ഛൻ കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എല്ലാവിധത്തിലും അവരുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചു. സ്വിറ്റ്സർലൻഡിലെയും ലിബിയയിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭാവിയിലെ രാഷ്ട്രീയക്കാരൻ സ്കൂൾ വർഷങ്ങൾ ചെലവഴിച്ചു. ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ലിബിയയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായ അൽ ഫത്തേഹിൽ പഠിച്ചു. 1993 മുതൽ 95 വരെ ആർക്കിടെക്ചറിലും എഞ്ചിനീയറിംഗിലും ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.